നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നല്ലതാണെങ്കിലും അത് മറ്റുള്ളവർ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല, അവർ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടല്ലേ? എന്താണ് അതിന് കാരണം? അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ആകർഷകമായി പറയുമ്പോഴാണ് മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 5 രഹസ്യങ്ങളാണ്. ഒന്ന്, വോയിസ് മോഡുലേഷൻ, ശബ്ദത്തിന്റെ ആരോഹണ അവരോഹണ ക്രമം. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരേ ടോണിൽ സംസാരിക്കാതെ, അതായത് ഉലയ്ക്കമേൽ സംസാരിക്കുക എന്ന് പറയും. ഉലയ്ക്ക എന്ന് പറയുമ്പോൾ കടയും തലയും ഒരുപോലെയുള്ള ഒരു ഉപകരണമാണ്. അപ്പോ അതുപോലെ സംസാരിക്കാതെ ശബ്ദം കൂട്ടിയും കുറച്ചും അതുപോലെ വേഗത്തിലും സാവധാനവും ഒക്കെ പറയുമ്പോഴാണ് നമ്മുടെ സംസാരം കൂടുതൽ ആകർഷകമായി തോന്നുന്നത്. അപ്പോൾ ശബ്ദത്തിന്റെ ആരോഹണ അവരോഹണ ക്രമം. രണ്ടാമത്തെ കാര്യം, കണ്ണോടെ ബന്ധം, അതായത് ഐ കോണ്ടാക്ട്. അതായത് നമ്മൾ പറയാറുണ്ട് മുഖത്ത് നോക്കി സംസാരിക്കണം എന്ന്. കണ്ണിൽ നോക്കി സംസാരിക്കുക എന്ന് പറയുമ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ നമുക്കറിയാം സംസാരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അത് അവർ കീഴ്പോട്ട് നോക്കുന്നു, അതുപോലെ തന്നെ സൈഡിലോട്ടൊക്കെ നിൽക്കുന്നു, അലക്ഷ്യമായി നോക്കുന്നു. അത് കാണുമ്പോൾ മറ്റുള്ള വ്യക്തി വിചാരിക്കുന്നത് ഇയാൾ എന്നെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല, എന്റെ വാക്കുകളെ അയാൾ വേണ്ട രീതിയിൽ കേൾക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നൊക്കെ തോന്നും. അതുകൊണ്ട് ഐ കോണ്ടാക്ട്, മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കുക. മൂന്നാമത്തെ കാര്യം, പവർ ഓഫ് പോസ്, ചെറു ഇടവേളകൾ. അതായത് നമ്മൾ ഒരേ സ്പീഡിൽ സംസാരിക്കാതെ ഇടയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക, ഒന്ന് പോസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശബ്ദത്തിന്റെ കനം കൂടും, അത് ആകർഷകമായി തോന്നും. നാലാമത്തെ കാര്യം, ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ കൈ ഒതുക്കി കെട്ടാതെ, കൈ കെട്ടി നിൽക്കാതെ നമ്മൾ പറയുന്ന കാര്യത്തിനനുസരിച്ച് കൈകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിപ്പിക്കുക. ആ പറയുന്ന കാര്യത്തിന്റെ സീരിയസ് അനുസരിച്ച് നമുക്ക് കൈകളൊക്കെ അനായാസം പ്രവർത്തിപ്പിക്കാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസാരം ആകർഷകമായി തോന്നും. അടുത്ത ഒരു കാര്യം, ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുക. അതായത് നമ്മുടെ മനസ്സിൽ നിന്ന് വരാത്തത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് എത്തിക്കാൻ സാധ്യമല്ല. കാരണം നമ്മൾക്ക് അത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ മാത്രം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. നമുക്ക് ഉറപ്പില്ലാത്ത, അതായത് നമുക്കറിയാം നമ്മൾ പറയുന്നത് സത്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അത് അവരുടെ മനസ്സിലേക്ക് കയറില്ല, മനസ്സിൽ തട്ടില്ല. നമുക്കറിയാം ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ പറയും ഇത് തള്ളലാണ്, വലിയൊരു സംഭവം എടുത്തു കൊണ്ടുവരികയാണ്, ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് എന്ന ഭാവത്തിലൊക്കെ നമ്മൾ ഇരിക്കാറുണ്ട്. കാരണം അവർ പറയുന്നത് ഭൂരിഭാഗവും ഒരുപക്ഷെ ഫേക്ക് ആയിരിക്കും. അതല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ തള്ള് ആയിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള തള്ളിസ്റ്റുകളാവാതിരിക്കുക. നമുക്ക് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട വിഷയങ്ങൾ മാത്രം സംസാരിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും 5 കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ സംസാരം ആകർഷകമാക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകൂടെ പറയാം, വോയിസ് ഓഫ് മോഡുലേഷൻ, അതായത് ശബ്ദത്തിന്റെ ആരോഹണ അവരോഹണ ക്രമം. ഒരേ ടോണിൽ സംസാരിക്കാതെ ശബ്ദം കൂട്ടിയും കുറച്ചും സാവധാനവും അതുപോലെ തന്നെ വേഗത്തിലും ഒക്കെ പറഞ്ഞ് പരിശീലിക്കണം. അതുപോലെ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കണം, അല്ലെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കണം, ഐ കോണ്ടാക്ട്. അതുപോലെ തന്നെ ഒരേ സ്പീഡിൽ പറയാതെ ഇടയ്ക്ക് ഒന്ന് നിർത്തി പറയുമ്പോൾ അത് ആകർഷകമായി തോന്നും. നാലാമത്തെ കാര്യം, ബോഡി ലാംഗ്വേജ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശരീരഭാഷ, നമ്മൾ പറയുന്ന കാര്യത്തിനനുസരിച്ച് നമ്മുടെ ശരീരം ഒക്കെ, നമ്മുടെ കൈകൾ ഒക്കെ ചലിപ്പിക്കുകയാണെങ്കിൽ അത് ആകർഷകമായി തോന്നും.
അതുപോലെ തന്നെ ഹൃദയത്തിൽ തട്ടി സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട വിഷയം ആത്മവിശ്വാസത്തോടു കൂടി പറയുമ്പോൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.